ഈ SNDP യോഗത്തിൻ്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി വലിയ മതവിദ്വേഷം ഉണ്ടാക്കുന്ന ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എതിരെയൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ സർക്കാർ, മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്ന വാക്കുകളാണ് പറയുന്നത്. അത് ശരിയാണോ? അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് കുറേ ആളുകൾ മാത്രമേ ഉള്ളൂ. ഏറ്റവും അധികം അടിത്തട്ടി കിടക്കുന്നത് അവരാണ്, കർഷക തൊഴിലാളികളാണ്. അവരുടെ സ്ഥിതി ഭയാനകമാണ്. ഇപ്പോൾ ഇറക്കുമതി വന്നു. അവരുടെ തീർച്ചയായിട്ടും ഈഴവ സമൂഹം വലിയ ഈ പ്രയാസം ചരിത്രത്തിൽ അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതിന് മറ്റ് മതങ്ങളെ പറയുന്നത് ശരിയാണോ? അതിലും ഉണ്ടല്ലോ, ഈ ദിവസം 2400 കുട്ടികളിൽ മരിക്കുന്നതിൽ എല്ലാവരും ഉണ്ട്. ഇതെല്ലാവരും കൂടി ഈ കഷ്ടപ്പെടുന്നവരെല്ലാം ഒന്നിച്ച് നിൽക്കേണ്ടതാണ്. അതിനെ വർഗീയമായി വേർതിരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അത് ഒരു അനീതിയാണ്, സമൂഹത്തോട് ചെയ്യുന്ന വഞ്ചനയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് ആ വെള്ളാപ്പള്ളി അങ്ങനത്തെ പരാമർശങ്ങൾ ഒഴിവാക്കണം തന്നെയാണ്. ഒഴിവാക്കണം, തീർച്ചയായിട്ടും അദ്ദേഹം ഒഴിവാക്കേണ്ടതാണ്. അതിൻ്റെ അത്യാവശ്യമാണ്. അങ്ങനെയൊന്നും അദ്ദേഹത്തിനെ പോലുള്ള ഒരാളത് പറയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഈ സർക്കാർ അദ്ദേഹത്തെ ഇപ്പോഴും നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായി വെച്ചിരിക്കുന്നു. ഈ മുഖ്യമന്ത്രി മന്ത്രിമാരൊന്നും അദ്ദേഹത്തെ തള്ളി പറയുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ പ്രകീർത്തിക്കുകയാണ്. അതല്ല, നമ്മൾ ഓരോ പ്രശ്നത്തിനെയാണ് വിലയിരുത്തേണ്ടത്. അദ്ദേഹം നവോത്ഥാനത്തിൻ്റെ ഇതുണ്ടാകുമ്പോൾ അതിൽ പറയുന്നുണ്ടായിരിക്കും, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ സമൂഹത്തിനെ വേർതിരിക്കുന്ന ഒരു സമീപനം ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിലെല്ലാവരും ഉണ്ട്. മുസ്ലിങ്ങൾ ദാരിദ്ര്യമുണ്ട്, ക്രിസ്ത്യാനികൾ ദാരിദ്ര്യമുണ്ട്, ഹിന്ദുക്കൾ ദാരിദ്ര്യമുണ്ട്. ഹിന്ദുക്കളിൽ തന്നെ എത്ര വിഭാഗമുണ്ട്. അവരെക്കുറിച്ച് ഇപ്പോഴും ഒരു ചെറിയ ഉദാഹരണം പറയാം. 110 കോളനിയിൽ ലൈറ്റ് കണ്ടിട്ടില്ല, ഇലക്ട്രിസിറ്റി കണ്ടിട്ടില്ല. ആ ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കാൻ പറയുമ്പോൾ പലവരും അത് വലിയ ചിലവ് വരുന്ന പറഞ്ഞ്, എന്നിട്ട് നിർബന്ധിച്ച് കൊടുത്തു. എന്താ അവരുടെ സ്ഥിതി? ഈ ലൈറ്റേ കാണാത്ത 110 കോളനിയിലുണ്ട് ആളുകൾ. എന്താന്ന് പട്ടികജാതി പട്ടികവർഗക്കാരുടെ സ്ഥിതി? ഈ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരെല്ലാവരും അവരെക്കുറിച്ച് ആര് ചർച്ച ചെയ്യുന്നു? ചർച്ച ചെയ്യുന്നില്ലല്ലോ. അതെല്ലാവരും കൂടി ഒന്നിച്ച് നിൽക്കണ്ടേ? ഇപ്പോൾ അഡാനിൻ്റെ ഒരു ദിവസത്തെ വരുമാനം 1600 കോടിയാണ്, അംബാനിൻ്റെ 400 കോടിയാണ് ഒരു ദിവസത്തെ വരുമാനം. അവർക്കാണ് കടവഴിത്തള്ളിയത്. അപ്പോൾ ഇതൊക്കെ നാട്ടിൽ നടക്കുമ്പോൾ ഇതിനെതിരായി ചെറുത്തു നിൽക്കാൻ ആരുമില്ലാത്തൊരു സ്ഥിതിയാണ്. മീഡിയയും ഇപ്പോൾ തീരെയില്ല. മീഡിയ വിവാദങ്ങൾ മാത്രമല്ലാണ്ട് ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നേയില്ല. അത് ചർച്ച ചെയ്യണ്ടേ? അത് ചർച്ച ചെയ്യില്ല എന്നുള്ളതാണ് വസ്തുത. ശ്രീനാരായണ ഗുരു കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനം, അതിൻ്റെ നേതൃത്വത്തിലുള്ള ആൾ കുറച്ചുകൂടി പക്വമായി പെരുമാറണം. തീർച്ചയായിട്ടും അത് കുറച്ചുകൂടി ജനങ്ങളെ ഒന്നിച്ച് എടുക്കാനാണ്. ശ്രീനാരായണ ഗുരു കഷ്ടപ്പെടുന്നതിൻ്റെ വേദന അറിയുന്നവരെയാണ്, അതെടുക്കണ്ടേ? ഗാന്ധിജി, നെഹ്റു പ്രധാനമന്ത്രിയായപ്പോൾ ഗാന്ധിജിയോട് ഉപദേശം ചോദിക്കാൻ വന്നു. എന്താണ് ഉപദേശം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളൊരു തീരുമാനമെടുക്കുക, സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിക്കെട്ടുന്നവരുടെ വിഷമം മനസ്സിലാക്കി അവർക്ക് അനുകൂലമായ തീരുമാനമെടുക്കണം എന്നാണ് ഉപദേശിച്ചത്. അതുപോലെ ആയിരിക്കണ്ടേ എല്ലാവരും? നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നവരെന്താ സ്ഥിതി? ഒരു ഇന്നും നമ്മുടെ നാട്ടിൽ തന്നെ എത്ര വിഷമം അനുഭവിക്കുന്നവരുണ്ട് കേരളത്തിൽ തന്നെ. ഇപ്പം മറ്റ് ഇന്ത്യയിലുള്ള സ്ഥിതി എന്താണ്?